ഫാമിലി ഫോട്ടോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്തീയ മൂല്യങ്ങളുമായി ജീവിക്കുന്ന കുടുംബങ്ങളെയാണ് ഫാമിലി ഫോട്ടോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഫാമിലി ഫോട്ടോയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കോട്ടയത്തു നിന്നുള്ള ഡൊമിനിക് സാവിയോയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മോളമ്മ സാവിയോയുമാണ്. അവരുടെ കുടുംബവിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷം. സന്തോഷം. നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഡൊമിനിക് സാവിയോ, വാച്ചാച്ചെറിയെന്നാണ് വീട്ടുപേര്. ഞാൻ കുമരകത്തായിരുന്നു എൻ്റെ വീട്. എനിക്കൊരു ടൈലറിങ് ഷോപ്പ് പരുത്തമ്പാറ തുടങ്ങിയപ്പോൾ കോട്ടയത്തിൻ്റെ തെക്കുവശം ചിങ്ങവനത്തിനടുത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പനച്ചിക്കാട് താമസം തുടങ്ങി 88. അപ്പോൾ അവിടെ കട തുടങ്ങി കഴിഞ്ഞ് കല്യാണം കഴിച്ചു. ഇപ്പോൾ 3 കുട്ടികൾ. മൂത്തയാൾ റോണി ഡി സാവിയോ, രണ്ടാമത്തെ ആൾ റൂബൻ ഡി സാവിയോ, മോള് ക്രിസ്പീന ഡി സാവിയോ. എൻ്റെ പേര് മോളമ്മ, കുറിച്ചിയിലാണ് വീട്. വളരെ ദൈവാനുഭവം ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ, കാരണം നിങ്ങളുടെ ആ ഒരുമയൊക്കെ കണ്ടപ്പോഴും മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് തമ്പുരാനെ അറിയാനും അല്ലെങ്കിൽ ഇങ്ങനൊരു വേറിട്ട ജീവിതത്തിലേക്കൊക്കെ വരാനൊക്കെ സാവിയോയ്ക്ക് സാധിച്ചത്? ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് എന്തോ ഒരു കുറവുള്ള പോലെ, കുറവെന്ന് വെച്ചിരിക്കുന്നത് എന്തോ കണ്ടെത്താനുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഒരു കുറവ് എന്ന് വെച്ചാൽ മോശമായ രീതിയിലല്ല, നല്ല അങ്ങനെ ഇരിക്കുകയാണ്. 1982 ഞങ്ങളുടെ പള്ളിയിൽ ഒരു കരിസ്മാറ്റിക് ധ്യാനം തുടങ്ങുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. 5 രൂപ രജിസ്ട്രേഷൻ ഫീസാണ് എന്ന്. ഞാൻ തന്നെ ആദ്യമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് കൊണ്ട് 5 രൂപ കൊടുത്തു. അപ്പോൾ ജെയിംസ് മഞ്ഞാക്കൻ അച്ഛനാണ്. കോട്ടയം രൂപതയുടെ കുറേയേറെ പള്ളികളിൽ അദ്ദേഹം ധ്യാനത്തിന് വേണ്ടിയിട്ട് വന്നിരുന്നു. ഞങ്ങളുടെ പിതാവിൻ്റെ, കുന്നശ്ശേരി പിതാവിൻ്റെ താല്പര്യപ്രകാരമാണ്. അതുകൊണ്ട് വളരെയധികം പള്ളികളിൽ ധ്യാനിപ്പിച്ചു കൂട്ടത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ വന്നു. അങ്ങനെ ധ്യാനത്തെ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഞാൻ വിചാരിച്ചിരുന്നത്, ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഞാൻ കണ്ടെത്തിയെന്ന പോലെ ഒരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെ അവിടെ മുതൽ ഇങ്ങോട്ട് ഒരു പ്രത്യേക പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ വിചാരിക്കുന്ന പോലെ ഉണ്ടാകണമെന്നില്ല, എങ്കിൽ പോലും തീർച്ചയായിട്ടും അങ്ങനെ വന്നു. ഇപ്പോൾ എനിക്ക് തയ്യലാണ് എനിക്ക് ജോലി. അങ്ങനെ ഒരു കട ഇടാനായിട്ട് ഇടയായി. അത് പിന്നെ എൻ്റെ പെങ്ങൾ താമസിക്കുന്നുണ്ട് പനച്ചിക്കാട്. അവിടെ ഒരു മുറി കിട്ടി, അവിടെ ഒരു കട തുടങ്ങി. അങ്ങനെ ഇന്നപ്പോൾ എനിക്ക് തോന്നി കല്യാണം കഴിക്കണമെന്ന് വീട്ടിൽ പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ അതിനടുത്ത് തന്നെ ആണ് മോളമ്മയുടെ വീട്. അങ്ങനെ പെട്ടെന്ന് കല്യാണം നടന്നു. മോളമ്മ നന്നായിട്ട് തയ്ക്കുമോ? ഇല്ല, കയ്യിലുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, മക്കളെയൊക്കെ നന്നായിട്ട് വളർത്തുക. എന്നാലും പുതിയ പുതിയ ഫാഷൻസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഒന്ന് യോജിച്ച് പോകാൻ തോന്നുന്നുണ്ടോ? സഹായിക്കാറുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ പറഞ്ഞല്ലോ 10-28 വർഷം മുമ്പ് ജീവിതത്തെ നവീകരണത്തിലേക്ക് കൊണ്ടുവന്നു അല്ലേ? കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടി എന്തോ കുറവ്, ഒരു ആത്മീയ പൂർണ്ണമായിട്ട് വന്നു. അപ്പം അന്ന് മുതലുള്ള ആ ഒരു നിറവുണ്ടായി അല്ലേ? അതിലൂടെയാണോ ഇന്നും ജീവിച്ചു പോരുന്നത്? അതെ, തീർച്ചയായിട്ടും അതാണ്. അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് ബന്ധപ്പെടാനിടയായ ഒരു അച്ഛനെ, ആഴമായ ഒരു ആധ്യാത്മിക ജീവിതമുള്ള അലക്സ് പയ്യമ്പള്ളി അച്ഛൻ, തിരുവല്ല രൂപതയുള്ള അച്ഛനാണ്. അദ്ദേഹം വളരെ ആഴത്തിലുള്ള ബോധ്യം ഉള്ള അച്ഛനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനിടയായി. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്: നീ ഒരു മനുഷ്യൻ്റെ നേരെ ഹൃദയം അടച്ചാൽ ദൈവത്തിൻ്റെ നേരെയും ഹൃദയം അടച്ചു. കാരണം നിനക്ക് ഒരു ഹൃദയവും അതിനൊരു വാതിലുമേ ഉള്ളൂ. അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അദ്ദേഹത്തിൻ്റെ ബോധ്യമാണത്. അത് വളരെ കറക്റ്റാണ്. നമ്മൾ അങ്ങനെ എന്നും ഹൃദയം അടയ്ക്കുന്നവരാണ് ആ ഒരു അർത്ഥത്തിലല്ലേ? അപ്പോൾ ഹൃദയവാതിൽ നിന്ന് തുറന്നിട്ടിരിക്കുകയാണോ? തീർച്ചയായിട്ടും. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോൾ അടയുന്നുണ്ടെന്ന് വെച്ചോളൂ. എന്നാലും അതിനെ എങ്ങനെയും ഒക്കെ ഒന്ന് തീർച്ചയായും അപ്പോൾ എനിക്ക് ഓർമ്മ വരും. അപ്പോൾ ടൈലറിംഗ് ഒക്കെ നടത്തി സന്തോഷമായിട്ട് പോകുന്നു. അവിടെ ആരെങ്കിലും ഒക്കെ കണ്ടുമുട്ടി അവർക്ക് വേണ്ടിയൊക്കെ വാതിൽ തുറന്നു കൊടുക്കാനും അവരെയൊക്കെ സ്വന്തമാക്കാനുമുള്ള കാരണം നമ്മളോട് ഇടപെടുന്നവർ, ഞാനെന്നും പ്രാർത്ഥിക്കുന്നത് നമ്മളോട് ഇടപെടുന്നവരിലേക്ക് അങ്ങേ കൊടുക്കുവാനിടയാക്കും. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെയൊന്നും പ്രക്രിയ ചെയ്യാറില്ല, എങ്കിൽ പോലും വളരെ വലിയ ശുശ്രൂഷയിലൂടെ. കാരണം ഇന്ന് നല്ല ഫാഷൻ്റെ ഒരു ലോകത്താണ് കഴിയുന്നത് അല്ലേ? അപ്പം നല്ല തരത്തിലുള്ള വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ് കോഡാണ് എല്ലാവർക്കും ഇഷ്ടം. ഇപ്പം അങ്ങനെ തന്നെ നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നില്ലേ? തീർച്ചയായും. ഇപ്പം വ്യത്യസ്തമായൊരു വർക്കാണ് ചെയ്യുന്നത്.
ഇപ്പൊ ഡ്രസ് സർജറി എന്ന് പറയും. ഓ, ഡ്രസ് സർജറി, ഹ്യൂമൻ സർജറി പറഞ്ഞ ഡ്രസ് സർജറി. അതെന്താണ് അതിനകത്ത്? അതായത് സൈസിങ്, എല്ലാ വസ്ത്രങ്ങളുടെയും സൈസിങ് ആൻഡ് റിപ്പയറിങ് ചെയ്ത് കൊടുക്കുക. അപ്പം സീമാട്ടി പോലുള്ള കടകളിൽ നിന്ന് ഇല്ല ഒന്നും അങ്ങനെ എടുക്കത്തില്ല, ആളുകൾ കൊണ്ടുവരും. ഇപ്പം അവർക്കൊരു വെളിയിൽ നിന്ന് ഒരു ഷർട്ട് കിട്ടി, വലിയ ഷർട്ടാണ്, ഇടാൻ പറ്റത്തില്ല, അത് വെട്ടിക്കാതെ വെച്ചിരിക്കുക, ഇത് ആരുടെ കൊടുത്താൽ ശരിയാകും അറിയത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഞങ്ങളത് കംപ്ലീറ്റ് സൈസ് അഴിച്ച് റെഡിയാക്കി അത് എല്ലാ വസ്ത്രങ്ങളെയും, ചുരിദാർ, എല്ലാ വസ്ത്രം മനുഷ്യർ ഉപയോഗിക്കുന്ന എല്ലാം ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുവഴി ആളുകൾ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. അവർക്ക് വളരെ ചേരുന്ന തരത്തിലുള്ള ഡ്രസ്സ് ഇടാൻ. കാരണം 10,000, 5,000 രൂപ ഷർട്ടൊക്കെ വെറുതെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ സൈസാക്കി കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തിലാണ് ആൾക്കാർ പോണേ. അങ്ങനെ ചെയ്തുകൂടെ മോളമ്മയ്ക്കും? എൻ്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്നു, അതിൻ്റെ അനസ്തേഷ്യ കൊടുക്കാനുണ്ടായിരുന്നു കൂട്ടത്തിൽ. എന്താണ് അനസ്തേഷ്യ? അഴിക്കണ്ടേ? അഴിക്കുക. നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? പ്രാർത്ഥനയുണ്ടല്ലോ? പിന്നെ തീർച്ചയായിട്ടും പ്രാർത്ഥനയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്? പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും, ഞങ്ങളുടെ അയൽവാസികൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരെല്ലാം നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെ തമ്പുരാൻ്റെ ഒരു പ്രത്യേക ചൈതന്യം ജീവിതത്തിലേക്ക് ആഹ്വാനിച്ചെടുക്കാൻ സാധിച്ചു? ചെറുപ്പത്തിൽ സാധിച്ചു, പിന്നെ ഈ കാലഘട്ടത്തിൽ മക്കൾ 3 അവർ വലുതായി, ഈ സാഹചര്യത്തിലും? ഇപ്പം എന്നാന്ന് വെച്ചാൽ ഇപ്പം വേറൊരു സംഗതിയാണ്. നമ്മൾ ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ഈ മറക്കാനുള്ള കഴിവ്. ദൈവത്തിന് ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് എഴുതാൻ, ദൈവത്തിന് മറവി, ദൈവത്തിന്റെ മറവി എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംഗതി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങളെ ഓർത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ പാവങ്ങളെ ഓർത്തിരിക്കുമെങ്കിൽ ആൾക്ക് രക്ഷയുണ്ടാകും. അപ്പൊ ദൈവത്തിന് ശരിക്കും മറവിയുണ്ട്, നമ്മളെ കാണുമ്പോൾ ഒന്നും ഓർക്കുന്നില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഇപ്പം നമ്മുടെ ബന്ധുക്കൾ, അയൽവാസികൾ, നമ്മളോട് ഇടപെടുന്നവരിൽ നിന്നുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളെ കണ്ടല്ല, നമ്മൾ ഓർത്തിരിക്കാറില്ല. അത് വലിയൊരു ദൈവാനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നറിയാം, നമ്മളൊന്നും ഓർക്കുന്നില്ല, അവരെ കാണുമ്പോൾ നമ്മൾ സാധാരണക്കാരെ പോലെ. അത് നമുക്ക് ഇങ്ങനെ നിലനിർത്താൻ പിടിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് നമ്മളൊന്നും അന്ന് തിരിച്ച് ചോദിക്കാനോ കൂട്ടി ചോദിക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. നമ്മളെക്കുറിച്ച് എന്തൊക്കെയോ പുറമേ ഒരുപാട് നടക്കുന്നുണ്ടായിരിക്കാം. നമ്മളൊരു പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ അറിയുന്നുണ്ട്, ഉടനെയൊന്നും അറിയത്തില്ല. അപ്പോൾ പോലും നമുക്കത് അത് നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുന്ന ഒരു വലിയ, നമുക്ക് നേരം നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞ് നമ്മുടെ വർക്കിലേക്ക് നമുക്ക് വരും, നല്ല ശ്രദ്ധ അതുവഴി അങ്ങ് പോകും. സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഇതുപോലെ ദൈവത്തെ കണ്ടുമുട്ടിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളിലൂടെ? അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല. കാരണം വെച്ചാൽ നമ്മളൊന്നും അവരോട് പറയുമ്പോഴത്തേ ഞങ്ങൾ 8 മക്കളെ ഞാൻ ഏറ്റവും ഇളയതാണ്. അപ്പം ഞാൻ ഒരാളോട് ചെന്നു അത് പറയാൻ കാര്യം നമുക്ക് പ്രത്യേക ഒരു അനുഭൂതി ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം ചിലർ ധ്യാനത്തിൽ സംബന്ധിച്ച് വന്നു, വീട്ടിൽ വന്നു, എല്ലാവരും ഒരു ബഹളമൊക്കെ എല്ലാവരും ധ്യാനത്തിൽ കൊണ്ടുപോകണം, അങ്ങനത്തെ ഒരു രീതിയല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു രീതി എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അനുഭൂതി എന്ന് പറയാം, ദൈവത്തെ അനുഭവിച്ച് ജീവിക്കുന്നു. അത് കുടുംബാംഗങ്ങൾക്കും ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും ഒക്കെ നൽകുന്നു. തീർച്ചയായിട്ടും 8 പേരുമായിട്ട് നല്ല സന്തോഷമായിട്ട് പോകുന്നു, സഹോദരങ്ങളൊക്കെ ആയിട്ട്. മാതാപിതാക്കളുണ്ടോ? ഇല്ല, അവർ മരിച്ചു. മക്കളും നിങ്ങളുടെ കൂടെ ഈ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ പങ്കുകാരുണ്ട് ആയൊന്നുണ്ടോ? ഇല്ല, അവർക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. സർജറിയോടൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല, അനസ്തേഷ്യ കൊടുക്കാൻ അവരില്ല. നിങ്ങൾ 2 പേരുമാണ് ഇതെല്ലാം ക്രമീകരിക്കുന്നത്. കോട്ടത്ത് പഠിച്ചോണ്ടിരുന്നപ്പോഴത്തേനും കട വരുവാ. കടയിലെന്നും പോവുമോ മോളമ്മ? പോവുമോ? ഇല്ല, ഇപ്പം പോകുന്നില്ല. ഇടയ്ക്കൊക്കെ ഒരു കാഷ്വൽ വിസിറ്റ് നടത്താറുണ്ടല്ലേ? ടൗണിൽ വരുന്ന കൂട്ടത്തിൽ അത്രേ ഉള്ളൂ. ഇവിടെ വന്ന് ഡിവൈനിൽ വന്ന് തമ്പുരാൻ്റെ അടുത്ത് നിങ്ങൾ ധ്യാനം കൂടിയിട്ടുണ്ടോ? ഇവിടെ ഞാനൊരു തോമസ് ബോളിൻ്റെ ധ്യാനം ഇവിടെ ആദ്യം നടത്തി. ഇപ്പോൾ ഞാൻ വന്ന് കൂടിയായിരുന്നു. 10,000 പേരോളം ഉണ്ട് തോമസ് ബോളിൻ്റെ ആദ്യത്തെ ധ്യാനം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ആങ്ഷ്യസ് ആയിട്ടിരിക്കുകയാണ് പ്രേക്ഷകർ. എന്താണ് നിങ്ങൾ ഇന്ന് കൂടുതൽ അറിയാൻ, സാധാരണ ലെവൽ, അല്ലാതെ ഹൈടെക് ലൈഫിൻ്റെ ഒന്നും ഉടമസ്ഥരല്ല, വെറും സാധാരണക്കാരാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് നൽകാനുണ്ടോ? രണ്ട് തലത്തിലുള്ള കാര്യങ്ങൾ പറയും. ഒന്ന് നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ ഏത് വർക്കാണേലും നമുക്ക് അതിൽ ആത്മാർത്ഥത നമുക്കുണ്ടാകും, ഒരു സത്യസന്ധത നമുക്കുണ്ടായിരിക്കും. ഏത് തൊഴിലുകൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കിൽ ഞാൻ പറയുന്ന ഡേറ്റാണ്, ഞാൻ പറയുന്ന പൈസ അത് തരാൻ ആളുകൾ റെഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ടൈം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം നമുക്ക് ടൈം കിട്ടിയെങ്കിലേ ഉള്ളൂ അവരുടെ ആ ഡ്രസ്സ് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഡേറ്റ് കൊടുത്താൽ ആ ഡേറ്റിൽ നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ ചിലത് പറ്റത്തില്ല. കാരണം ചില വസ്തുക്കൾ നമ്മൾ കുറേ കൂടെ ടൈം എടുത്ത് ചെയ്യേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഡേറ്റ് മുന്നോട്ട് മാറ്റിയിട്ട് കൊടുക്കും? ഇല്ല, ഞാൻ ഡേറ്റ് പറയും, ആ ഡേറ്റ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വരാവുള്ളൂ എന്നാണ് പറയുന്നത്.
എല്ലാം വളരെ പെർഫെക്റ്റാക്കിയേ കൊടുക്കുകയുള്ളൂ. അങ്ങനെ കൂടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈം വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ എല്ലാം ദൈവം അറിയുന്നു എന്നുള്ളത്. അതിനകത്ത് ഞാൻ ഒരിക്കലും സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ഒരു കോണിൽ മൈക്കലാഞ്ചലോ ഒരു പെയിൻറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുക ഒരു മൂലയ്ക്ക്, ഒരു മറയാ. അപ്പോൾ ഒരു സ്ത്രീ അവിടെ വന്ന് പെയിൻറ്റിങ് കാണുമായിരുന്നു. അപ്പോൾ മൈക്കലാഞ്ചലോട് ചോദിച്ച്, അല്ലോ താങ്കൾ ആ മൂലയ്ക്ക് പണി തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ, ഇതാരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മൈക്കലാഞ്ചലോ പറഞ്ഞു അത് ദൈവം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ചെറിയ കാര്യങ്ങൾ പോലും എല്ലാം ദൈവം അറിയുന്നു എന്ന് നാം അറിയുക എന്നുള്ള ഒരു കാര്യം, ആ കാഴ്ചപ്പാട് എനിക്ക് വളരെ എന്നെ എപ്പോഴും മനസ്സിലുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഒത്തിരി നന്മയും ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നന്മ എന്തോ അറിയില്ല, പക്ഷെ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അതിങ്ങനെ കൂടെ ചെയ്യുമ്പോഴാണ്. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണോ? പ്രാർത്ഥന ഒന്നിച്ച് തന്നെ ഞാൻ ചെന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കാൻ ഇന്നും സാധിക്കില്ലായിരിക്കും. ഇല്ല, ഞായറാഴ്ച മാത്രമേ പോകുന്നുള്ളൂ. ചെറുതായിട്ട് രചനകളൊക്കെ നടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പുസ്തകങ്ങളൊക്കെ ഉണ്ട്, 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്നൊരു സ്പിരിച്വൽ ബുക്കാണ്, മണവാളൻ കൂടെയുള്ളപ്പോൾ. മണവാളൻ കൂടെയുള്ളപ്പോൾ ഈശോ എന്ന മണവാളനാണോ? അതെ, യേശു എന്ന മണവാളൻ നമ്മളോട് കൂടെയുള്ള ഒരു ജീവിതകാലം കേട്ടോ. അതിനകത്ത് ഒരു ഇടയ്ക്ക് ചോദിക്കട്ടെ, മണവാളിനെ സ്വീകരിക്കാൻ എണ്ണയില്ലാതിരുന്ന കന്യകമാരുടെ കാര്യമൊക്കെ പറയുന്നുണ്ടോ? അങ്ങനെ ആ രീതിയിലല്ല അല്ല പറയാൻ. അത് ബൈബിൾ വ്യാഖ്യാതകൾക്ക് കൊടുക്കുക. നമ്മൾ ചിന്തകളിലൂടെ എന്ന് പറയുമ്പോൾ ഇപ്പം യേശു മണവാളനായിരിക്കുന്നത് മനുഷ്യത്വത്തോടു കൂടിയുള്ള യേശു ഇപ്പം ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ യേശു. അപ്പോൾ അവർക്ക് ഒരു കാര്യത്തിലും ഒരു കുറവുമില്ലായിരുന്നു. എന്നാൽ അവർ പ്രത്യേകിച്ചൊന്നും സമ്പാദിക്കുന്നില്ല, അവർ പ്രത്യേകമായിട്ട് സമ്പാദിക്കാനായിട്ട് ജോലിക്ക് ഇന്ന് പോകുന്നില്ല. മണവാളനോട് കൂടെ മണവാട്ടി ആയിരിക്കുക, മണവാളൻ എല്ലാ കാര്യം ചെയ്തോളൂ. പക്ഷെ മണവാളൻ ഇവരിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ദുരിതം ഒന്നും പറയാൻ പറ്റത്തില്ല, ഇവർക്ക് തന്നെ ഏറ്റെടുത്ത് പല കാര്യം ചെയ്യേണ്ടി വരുന്നു. അതാണ്. അപ്പം യേശുവിനോട് കൂടെയുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം, ഭൗതിക ജീവിതത്തിൽ നമ്മൾ യേശുവിനോട് കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും, നമുക്ക് വീടോ സമാധാനമോ വീട് നമ്മുടെ ഭൗതിക വസ്തുക്കൾ, ഭൗതികമായ ചുറ്റുപാടുകൾ നമുക്ക് ഉണ്ടാകും. അല്ലാതെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ, ആ ഒരു സമയം കഴിഞ്ഞാൽ ഉദ്ധാനം ചെയ്ത യേശു, അതായത് എന്നിൽ നിന്നും മണവാളൻ എടുക്കപ്പെട്ടു പോകുന്നു. അപ്പോൾ ഞാൻ പിന്നെ എൻ്റേതായ ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അതാണ് സുവിശേഷ പ്രവർത്തനം എന്ന് നമ്മളതിനെ കണ്ടെത്തേണ്ടി വരും, പ്രഘോഷിക്കുക. അല്ലെങ്കിൽ ആ യേശുവിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുക. അപ്പോൾ പിന്നെ അവിടെ ഈ ഭൗതിക വസ്തുക്കളല്ല, പിന്നെ അതിനകത്തുള്ള താല്പര്യങ്ങളെല്ലാം നമുക്ക് മാറിയിട്ട് അല്ലാതൊരു ജീവിതത്തെക്കുറിച്ച്. ഗുണമേ വലിയൊരു ഫിലോസഫിയാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണോ ലൈഫ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാം ഉണ്ടാക്കുക, അവസാനം വരെ പണിത് അവസാനം അങ്ങുമില്ല, അതല്ല. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇതിൽ നല്ല മാറ്റം വേണം ഈ ഭൂമിയിലെ ജീവിതത്തിൽ തന്നെ. ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഒരു പെൻഷനായി കഴിയുമ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പുറകോട്ട് തിരിച്ചു നോക്കാൻ അന്നേരം മതിയോ? എങ്കിൽ അത് കുറഞ്ഞ പക്ഷം ഇപ്പം നമ്മളിപ്പം ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കില്ല, 10,000, 50,000, 80,000 ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് പ്രയാസം വെച്ചോളുക, അതവിടെ നിൽക്കട്ടെ, കുറഞ്ഞ പക്ഷം. അപ്പോൾ ആ ഒരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടെത്തണം. കാരണം ഒരു ആത്മീയ ജീവിതത്തെക്കുറിച്ച്, മറ്റതും ആത്മീയ ജീവിതം നമ്മൾ അതിനെക്കുറിച്ച് പറയാമെങ്കിൽ പോലും മണവാളനോട് കൂടിയുള്ള ജീവിതമല്ലേ, അത് കുറച്ചുകൂടെ സന്തോഷപ്രദവും ഹാപ്പിയാണ്, വളരെ സന്തോഷം, അപ്പോൾ റിലാക്സ് ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ആത്മീയനായിട്ട് പൂർണ്ണമായിട്ട്, അതായത് ആത്മീയത ഉദ്ദേശിക്കുന്നത് എല്ലാ ഭൗതികതയിൽ നിന്നുള്ള ഒരു വേർപാട്, എല്ലാം ഇട്ടച്ച് നമ്മൾ ദരിദ്രരായിരിക്കാനല്ല സമ്പന്നതയിലും ദരിദ്രന്റെ മനോഭാവത്തോടെ, നമ്മുടെ ഒരു മനോഭാവത്തോടെ. ഇപ്പം ആരെങ്കിലും എന്ത് ചോദിച്ചാൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെ ഒരു എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഒരു രീതി ഉണ്ടായിരിക്കും. അതിപ്പം വീട്ടുകാരും കൊടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഒരാൾക്ക് ഒരു വീട്ടിൽ നമ്മുടെ ഒരു സെറ്റ് വാങ്ങിച്ചു,
എന്ന് വെച്ചാൽ നമ്മുടെ മൂത്ത മകൻ സെറ്റ് വീട്ടിൽ കൊണ്ടുവന്നു, അവൻ്റെ ജോലി ചെയ്ത്. അപ്പോൾ പഴയ സെറ്റ് ഇവിടെ കിടക്കുക, അത് ഇടയിലെന്ന് വിചാരിച്ചു കുറച്ച് ചുമ്മാ പറഞ്ഞാൽ. അപ്പോൾ അത് വേറെ ആൾ ചോദിക്കുക, ഇത് സെറ്റ് ഇവിടെ അത് നീ എടുത്തോളൂ, സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ അവന് സന്തോഷം, അവന് സെറ്റ് ഇല്ലായിരിക്കും, ഉദ്ദേശം പറയാം. അങ്ങനെയുള്ള ഒത്തിരി സുഹൃത്തുക്കൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ആ രീതിയിലുള്ള. അപ്പൊ അതിനൊന്നും നമ്മൾ സുഹൃത്തൊന്നും നമ്മൾ പറയത്തില്ല. അതൊക്കെ നമ്മുടെ മനസ്സിന്റെ നന്മ കൊണ്ടാണല്ലോ കൊടുക്കുന്നത്. ഞാൻ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സുഹൃതം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ വേറെ മാനം ഉണ്ടാകും. കാരണം ഞാനത് കൊടുക്കുമ്പോൾ എനിക്കിത് കിട്ടണം എന്നുള്ള ഒരു സാധാരണ കൊടുക്കുമ്പോൾ കിട്ടണം എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമല്ലോ. അല്ല, അങ്ങനെ ഒരു ചിന്ത സാധാരണ ജീവിതത്തിലുണ്ടല്ലോ. അതുപോലും നമ്മൾ മാറ്റുക ചെയ്യും. അങ്ങനൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ജീവിതത്തിലേക്കാണ് ആ പുസ്തകത്തിൻ്റെ പരാമർശം. അങ്ങനെയാണ്. അടുത്ത പുസ്തകം എന്താണ്? പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ മേരി ഈസ് മൈ മദറിലോ, അല്ലെങ്കിൽ മറിയം എൻ്റെ അമ്മായിയമ്മ. അതിൻ്റെ മലയാളത്തിലുള്ള അത് ആദ്യം എഴുതി വെച്ചിട്ടൊന്ന്. മോളമ്മേ മറിയമാണോ അങ്ങേരുടെ അമ്മായിയമ്മ? അല്ല, മറിയമല്ല. ആ മറിയത്തെ, ഈശോയുടെ അമ്മ മറിയത്തെ എങ്ങനെയാണ് കാണുന്നത് അമ്മായിയമ്മയായിട്ട്? അതായത് ഞാൻ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനുമായിട്ടുള്ള ബന്ധത്തിൽ ആണ് ഞാൻ. യേശുവിനെ ഞാൻ മണവാളനായിട്ട് സ്വീകരിക്കുകയാണല്ലോ, എൻ്റെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നു, ഓരോ മനുഷ്യനും അല്ലേ. അപ്പോൾ മറിയം എൻ്റെ മദറിലോയാണ് എന്നുള്ള ചുമ്മാ ഒരു ചിന്ത. ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു വീട്ടിലേക്ക് കടന്നിരുന്നു. ആ വീട്ടിലെ ഒരു മകനെ കല്യാണം കഴിക്കുന്നു. ആ ബന്ധുക്കൾ അവൻ്റെ ബന്ധുക്കളല്ല, സ്വന്തം ബന്ധുക്കളല്ല, എൻ്റെ ബന്ധുക്കളാകും. അവൻ്റെ അമ്മ എൻ്റെ അമ്മയാകും, അവൻ്റെ പിതാവ് എൻ്റെ പിതാവാകും. അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാട് അത് വരാൻ കാര്യം ഈ മറ്റ് സഭാവിഭാഗങ്ങളിലൊക്കെ ചില ആൾക്കാരൊക്കെ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ പിന്നെ ആ യേശുവിനെയും കൊണ്ട് കടന്നു കളയാൻ നോക്കുന്നവർ ആരെയും വേണ്ട. അപ്പം ഇപ്പോഴത്തെ ആധുനിക കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. കല്യാണം കഴിക്കുന്നു, അവൻ മതി, ഭർത്താവ് മതി, അപ്പൊ ആദ്യമേ ഭർത്താവിനെ കൊണ്ടുപോകാനായിട്ട് ആദ്യം ചെയ്യുന്ന പണി അമ്മയ്ക്കെതിരെ ഓരോന്ന് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അമ്മയ്ക്കെതിരെ പറഞ്ഞ് ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കി മകനെ തെറ്റിച്ച് കൊണ്ടുപോകുന്ന പരിപാടിയുണ്ടല്ലോ. ആ മകന് മാത്രം മതി. അപ്പൊ അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഇത് വന്നത്. പക്ഷെ ഇന്നത്തെ പിന്നെ വിവാഹിതരാകുന്ന ചെറുപ്പക്കാരൊക്കെ അല്ലേ, നമ്മുടെ ന്യൂ ജനറേഷൻകാർ അങ്ങനെയല്ലല്ലോ. അവർക്കൊക്കെ ഭർത്താവിൻ്റെ മാതാപിതാക്കളൊക്കെ സ്നേഹം ഉണ്ടെന്നാണല്ലോ ഇന്നത്തെ കാഴ്ചപ്പാടല്ലേ. സ്നേഹമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അല്ല, അതിനെ നമ്മൾ സ്നേഹമില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കണം എന്നൊരു ആഗ്രഹമാണുള്ളൂ. അത് ഒരു പക്ഷെ തെറ്റായി മാറുന്നത് അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകണം എന്നുള്ള തോന്നൽ വരുമ്പോഴാണ് അത് ശരിയല്ലാതായി തീരുന്നത്. നല്ല രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ അവർ പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കെതിരെ കുറ്റങ്ങളും ഉണ്ടെന്നിട്ട് അത് ശരി. അപ്പം അതിനെക്കുറിച്ചൊരു ബുക്കുണ്ട്, അത് വളരെ നന്നായിട്ടുണ്ട്. തയ്യാറായി ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്, ഇരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചാ ക്ലാസ്സുകളോ ആർക്കെങ്കിലും ഒക്കെ ചിന്താശലഭങ്ങളോ കൊടുക്കാറുണ്ടോ? അത് നമ്മൾ സംസാരിക്കുന്നുണ്ടൊക്കെ ആൾക്കാർ കൊടുക്കണം. ഞാൻ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോഴൊക്കെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ കടന്നു വരും. ഇങ്ങനെയുള്ള ഒരു ചിന്ത ചെറുപ്പത്തിൽ കിട്ടുകയാണോ കുറച്ച് നാളുകൾക്ക്? ഞാൻ നേരത്തെ ഇങ്ങനെ പല ചിന്തിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ്. ചിന്തകൾ വരുമ്പോൾ അങ്ങനെ എഴുതി വെക്കും. അതെല്ലാം ഒരു ദൈവത്തിന്റെ പദ്ധതി പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ അതിനൊക്കെ സമയം കണ്ടെത്താറുണ്ട്. സമയം കണ്ടെത്താറുണ്ട്. രാത്രിയിലോ ഒക്കെ രാവിലെയൊക്കെ. സഹധർമ്മിണി സഹായിക്കാറുണ്ട് ആ കാര്യത്തിലൊക്കെ? എഴുതി കൊടുക്കുമോ? വായിക്കാറുണ്ട്. വായിച്ച് കറക്ഷനൊക്കെ നടത്തും അല്ലേ? പ്രൂഫ് റീഡർ ആയിരിക്കും അല്ലേ? വായിച്ച് കേൾപ്പിക്കും. മക്കളും സഹകരിക്കും ഇതിനോടുകൂടി? ഇല്ല, മക്കൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ എഴുതണ്ട, നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും, ജോലി ചെയ്യാനായിട്ട് സമയം പോകും, മറ്റുള്ളവരുടെ അപ്രീതി സമ്പാദിക്കുന്ന എന്തിനാണ്, അങ്ങനെയൊക്കെ തോന്നലുണ്ടല്ലോ. എന്നാലും അതുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ഒരുക്കം. സംഗതിയെ വന്ന് എല്ലാവരും അഭിനന്ദിച്ചൊക്കെ കഴിയുകയാണെങ്കിൽ കുഴപ്പമില്ല. ആരെങ്കിലും ഈ ബുക്കുകളെ കുറിച്ച് വിമർശനാഭാവത്തിൽ നിങ്ങളെ വളർത്താനുള്ള വിധത്തിൽ ആരെങ്കിലും അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ക്രിട്ടിസൈസ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഇല്ല 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 എനിക്ക് ആരും എന്നെ വിമർശിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്ക് തരത്തില്ല, മിണ്ടുന്നില്ല. ഇല്ല, ഒരു നിസ്സംഗഭാവമാണല്ലേ? നിസ്സംഗമല്ല, കണ്ടു. അതിനൊരു പ്രത്യേകിച്ച് അതിനെ കുറിച്ചുള്ള പറഞ്ഞാൽ എന്തോ തോന്നൽ ഉണ്ടാകാറുണ്ട്. അത്രയൊക്കെ ഉള്ളൂ.
അതിനകത്തുകൂടെയും കുറച്ചുകൂടെ ദൈവിക പദ്ധതിയുടെ ഒരു വെളിപ്പെടുത്തലൊക്കെ നടത്താൻ സാധ്യതയില്ലേ? ഉണ്ട്, ഇതിൽ എല്ലാത്തിനകത്തും ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം മൈക്കലാഞ്ചലോയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു ഞാൻ എന്തോ വായിച്ച കൂട്ടത്തിൽ കിട്ടിയതാണ്. ഒരു വാക്ക് കിട്ടുമ്പോൾ എനിക്കത് പ്രയോജനപ്പെട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ എഴുതുന്ന എന്തെങ്കിലും ആളുകൾക്ക് പ്രയോജനപ്പെട്ടു. ഈ പുസ്തകം ഞാൻ കൊടുത്തതിന് ശേഷം പലരും 2-3 പേര് എനിക്ക് കത്തുകൾ അയച്ചു. ആ പുസ്തകത്തിൻ്റെ നല്ല ബുക്കായിരുന്നു, വളരെ പ്രയോജനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഫോൺ ചെയ്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങളെ പോലെ അല്ലേ അതിൽ എഡിറ്റഡായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തെ കാണുന്നില്ലേ? ബൈബിൾ വായനയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ബൈബിൾ വായനയുണ്ട്. ബൈബിൾ വായന വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു കാര്യമാണ് ബൈബിളിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ബൈബിൾ എന്ന് പറയുമ്പോഴത്തേക്കിന് അതിനെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ എഴുതപ്പെട്ട വചനമായിട്ടാണ് നമ്മളെ ബൈബിളിനെ കാണുന്നത്. എഴുതപ്പെടാത്ത വചനങ്ങൾ ഉണ്ട്, അതായത് ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യേശുവുണ്ട് നമ്മളോട്. അപ്പോൾ എഴുതപ്പെട്ട വചനം എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം ഞാനതിനെക്കുറിച്ചൊരു ചുമ്മാ സംഭവം പോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വീട്ടിലെ കുടുംബനാഥൻ വിദേശത്ത് ജോലി ചെയ്യാൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് കത്തുകൾ അയക്കും. ആ കത്തുകൾ അയക്കുമ്പോൾ അവരുടെ അപ്പൻ ആണ് എൻ്റെ കത്താണ്, അപ്പൻ സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മ ഈ മക്കളെല്ലാം ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അമ്മയെടുത്ത് വായിക്കും ഭർത്താവിനെ കേൾക്കാൻ. എന്നാൽ ഭർത്താവ് വീട്ടിലേക്ക് അവധിക്ക് വന്നു കഴിയുമ്പോൾ ഈ കത്ത് നോക്കാറില്ല. ഈ കത്തിനേക്കാൾ ഉപരി ഭർത്താവിനെയാണ് ഈ ഭർത്താവ്. അപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ ഒരു കടന്ന ഒരു വലിയ തലത്തിലേക്ക് ഈ ബൈബിളിലൂടെ തന്നെ കടന്ന അപ്പുറത്ത് ഇന്നും സംസാരിക്കുന്ന, ഇന്നും ജീവിക്കുന്ന യേശുവിനോടുള്ള ആ ഒരു ബന്ധം അല്ലെ അടുപ്പം, ആ സൗണ്ട് സംഭാഷണം കേൾക്കൽ, അത് നമ്മുടെ അനുദിന ജീവിതത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു തലത്തിലേക്ക് അതാ ഞാൻ മുമ്പേ പറഞ്ഞ ആധ്യാത്മിക തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു സ്ഥിതിയാണ്. ഇപ്പം ഇന്നും ജീവിക്കുന്ന യേശുവിനെ ശ്രവിക്കാത്തവരുണ്ടോ? അല്ലെ ശ്രവിക്കുന്നവർ ധാരാളമുണ്ടോ? നിങ്ങൾക്ക് ശ്രവിക്കാത്തവരും കാണുമല്ലോ. കാരണം അവരിൽ നിന്നാണല്ലോ ഈ ഒരുപാട് തിന്മകൾ നമ്മൾ ഉണ്ടാകുന്നത്. അത് അപ്പോൾ ശ്രവിക്കാത്തവർ തന്നെയാണ്. നിങ്ങൾ അനുദിനം ശ്രമിക്കുന്നുണ്ടല്ലേ? നമുക്ക് നമ്മുടെ എല്ലാ നിമിഷത്തിലും നമുക്ക് അറിയാൻ സാധിക്കും, അനുഭവവേദ്യമാവുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അല്ലെങ്കിൽ അത് പദ്ധതിയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു കുറവോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിനെങ്ങനെയാണ് കാണുന്നത്? പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിലില്ലേ? ഇല്ലേ മോളമ്മേ? ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലേ ജീവിതത്തിൽ? ഉണ്ട്. അതൊക്കെ വരുമ്പോഴും ആ യേശുവായിട്ടുള്ള ആ ഒരു ബന്ധം ഏത് തലത്തിലേക്കാണ് മാറുന്നത്? കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞു ഈശോയെ നിങ്ങളായിട്ട് ഒരു വ്യക്തിയായിട്ട് തന്നെ കാണുന്നു. അപ്പം ആ എന്തെങ്കിലും കുറവുകളൊക്കെ വന്നാൽ ഈശോയോടുള്ള ആ സമീപനം എങ്ങനെയാ? ഇല്ല, അത് നമ്മൾ കുറവെന്ന് പറയുന്ന സംഗതി ഇല്ലല്ലോ ഇവിടെ. ഈശോയ്ക്കല്ല, നമുക്ക് നമ്മുടെ തന്നെ നമുക്ക് കുറവെന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമുട്ടുകളും ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും കിട്ടാതെ വരുമ്പോൾ ആണല്ലോ കുറവ്. ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരിക, അപ്പോഴാണ് എനിക്കത് കുറവായിട്ട് തോന്നുന്നത്, എനിക്കത് പ്രയാസമായിട്ട് തോന്നുന്നത്. പക്ഷെ ഞാനത് ആഗ്രഹിച്ചു, കിട്ടിയില്ല. അപ്പം നമ്മൾ വിചാരിക്കും അത് ദൈവത്തിൻ്റെ പദ്ധതി വിചാരിക്കും. നമുക്ക് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അപ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ട് വരുന്നില്ല. ബുദ്ധിമുട്ടല്ല. രോഗപീഠകളും ഒക്കെ വരുമ്പോഴും അങ്ങനെ തന്നെ കാണുന്നു. നിങ്ങൾ വളർന്നു, അതിനെ നമ്മൾ അങ്ങനെ എടുക്കുകയാണ്. അത് പോട്ടെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ഇപ്പോൾ എന്നിൽ ഒരാളുടെ ഒരു കാര്യം പറയാനായിട്ട് ഓർത്തുപോയി, പറഞ്ഞില്ല, അത് നീ പറയേണ്ടെന്നായിരിക്കും അങ്ങനെ കാണുന്നു. അല്ലെങ്കിൽ തിരിച്ചു എന്ന് പറഞ്ഞിട്ട് വരും, അങ്ങനെയില്ല. അത്രത്തോളം വളർന്നു അല്ലേ? അത് വളരെയാണോ അറിയത്തില്ല, അങ്ങനെ ചിന്തിക്കാറുണ്ട്. കൊച്ചു ജീവിതത്തിൽ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അനുദിനം അങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് ചോദിച്ചാൽ ഷെയർ ചെയ്യാറുണ്ടോ? അത് ഏത് സമയത്താണ്? രാത്രിയിലാണോ അതോ പ്രഭാതത്തിലാണോ? എല്ലാവരുടെ കൂടി വൈകിട്ട സമയമുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളുമൊക്കെ സംസാരിക്കും. തീർച്ചയായിട്ടും നല്ലവരാണ് അല്ലേ? ഒത്തിരി നന്മയുണ്ട്. സാധാരണ ലെവലിൽ നിന്നൊക്കെ വളർന്നു വന്ന ചെറുപ്പത്തിലെ തന്നെ ഈശോയെ അറിഞ്ഞ് ജീവിച്ച ഒരു വ്യക്തി. ആ വ്യക്തിക്ക് സഹധർമ്മിയായി കിട്ടിയിരിക്കുന്ന ആളും വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും വളരെ എല്ലാവരും പ്ലീസിങ് ആയിട്ടൊക്കെ നിങ്ങൾ ഇരുന്നു. അപ്പം നിങ്ങളുടെ ഔദ്യോഗിക മേഖലയിൽ നിങ്ങളുടെ ബിസിനസ് രംഗമൊക്കെ വളരെ ഉയർച്ച പ്രാപിക്കും. അതിൻ്റെ ഇടയിൽ സമയം കൊണ്ട് തമ്പുരാന് വേണ്ടിയും അല്ലെ സമൂഹത്തിന് വേണ്ടിയൊക്കെ എഴുതാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള ഡൊമിനിക് സാവിയോയുടെ വലിയൊരു പ്രതിബദ്ധതയെ നമ്മൾ അംഗീകരിക്കുന്നു. ഡൊമിനിക് സാവിയോ എങ്ങനെയാണ് ആ പേരുകാരനുമായിട്ട് മുൻപോട്ട് പോകുന്നത്? ഡൊമിനിക് സാവിയോ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ
കൊച്ചിലെ ഞാൻ വേദപാഠം പഠിച്ചപ്പം ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞായിരുന്നു, എടാ നീ ഒന്നുകിൽ നിൻ്റെ ഈ പേര് മാറ്റണം, അല്ലെ നിൻ്റെ സ്വഭാവം മാറ്റണം ഡൊമിനിക് സാവിയുമായിട്ട് ഇപ്പോൾ താതാത്മ്യപ്പെട്ടു അല്ലേ എന്ന് പറഞ്ഞായിരുന്നു അന്ന് ഒരു സിസ്റ്റർ പറഞ്ഞു. അശരണന്റെയും പാവങ്ങളെയും ഒക്കെ സഹായിക്കാനുള്ള ഒരു തൃഷ്ണയുണ്ടോ കയ്യിൽ? അത് ഉണ്ട്. അതുകൊണ്ട് ആ പേരിനോട് നീതി പുലർത്തുന്നുണ്ടല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊന്നും പ്രശ്നമില്ല. തീർച്ചയായിട്ടും നല്ല ഒരു കുടുംബിനി, നല്ലൊരു കുടുംബനാഥനും ഇന്നത്തെ കാലത്ത് നമുക്കില്ലാതെ പോകുന്നതാണ്. നല്ല കുടുംബ ബന്ധം, നല്ല ഇഴയെടുപ്പമുള്ള കുടുംബജീവിതം, അതിൻ്റെയൊക്കെ വലിയൊരു ബാക്കി പത്രമാണ് നിങ്ങൾ രണ്ടുപേരും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ദൈവാനുഭവത്തിൽ നിറഞ്ഞതായിരിക്കും. മക്കളിലൂടെ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ടാകും. നിങ്ങളുടെ ബിസിനസ് രംഗമൊക്കെ ഉയർച്ച പ്രാപിക്കും. ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഇനി നിങ്ങളുടെ ടൈലറിംഗ് ഷോപ്പിൽ വന്ന് സർജറിയും അനസ്തേഷ്യയൊക്കെ കൊടുക്കാനായിട്ട് തയ്യാറാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തന മേഖല ദൈവോന്മുഖമായിട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ല കുടുംബജീവിതം, ഭാവി ജീവിതം, മക്കളുടെയൊക്കെ ഭാവി ദൈവത്തിൻ്റെ കയ്യിൽ നന്മയുള്ളതായിരിക്കും. എല്ലാവിധ ആശംസകളും എല്ലാ നന്ദിയും നേരുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, ഫാമിലി ഫോട്ടോ, ഡിവൈൻ വിഷൻ, മുരിങ്ങൂർ, തൃശൂർ. ഫോൺ 048027000893. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കുടുംബമായി നമുക്ക് പുതിയ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം.